ആരെങ്കിലും വിളിച്ചിരുന്നോ? പ്രീമിയറിൽ നിന്നും വിളിച്ചിരുന്നു. എന്തിന്? 15-20 ഫോട്ടോ കാർഡ്സ് വേണമെന്ന് പറഞ്ഞു. ഹലോ, യെസ്, ഉണ്ടോന്ന് നോക്കട്ടെ. പ്രീമിയറിൽ നിന്നാ. ഉണ്ട്, കൊടുക്കാം. ആ ജോണി വിളി. ഹലോ, ആ ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. അതെ, നല്ല ഡബിൾ വെയിറ്റ് മാറ്റിൽ വേണം പ്രിന്റ് ചെയ്യാൻ. 2 ദിവസം എടുക്കും. വെള്ളിയാഴ്ച വരാം. ഓക്കെ. ഇതെടുത്താ അത് ശരി. ഇത് ഞാൻ തന്നെ പ്രിന്റ് ചെയ്തോളാം. ദാസാർ വന്നിട്ടുണ്ട്. എവിടെ? അകത്തുണ്ട്. ഒന്ന് ചിരിച്ചേ. അയ്യേ, ബോർ ബോർ. ഇത് എന്നെ പോലെ തന്നെ ഉണ്ട്. അല്ലല്ല, ജോണിയെ പോലെ തന്നെ ഉണ്ട്. നിനക്ക് വേറെ ജോലിയില്ലേ? കൗണ്ടറിൽ എന്താ നിനക്ക് പണി? ഓ, നിന്നെ ഇവിടെ എടുത്തിരിക്കണ കളിക്കാനല്ല. എടാ ജോണി, എന്താ നിന്റെ ഒരു ഉദ്ദേശം? കുറെ കാലമായിട്ട് ഞാനിത് ശ്രദ്ധിക്കുന്നു. നാണാവൂലടാ നിനക്ക് ആ പെണ്ണിന്റെ പുറകെ നടന്ന് ഇങ്ങനെ കൊഞ്ചിക്കൊഴയാൻ? ചുണയുണ്ടെങ്കിൽ കയറി കൊത്താൻ നോക്കടാ. എന്നിട്ട് അവനവന്റെ പാട് നോക്കി ഊരിപ്പോരാൻ നോക്ക്. അല്ലാതെ പ്രേമമൊന്നും പറഞ്ഞ് അലഞ്ഞു നടക്കാതെ. ജോണി, നമ്മള് ക്യാമറ ലെൻസിൽ കൂടെ നോക്കുമ്പോ കാണുന്ന ഒരു രൂപമില്ലേ, അത്രേ ഉള്ളടാ പെണ്ണെന്ന് വെച്ചാല്. ശരീരത്തിന്റെ ഭംഗിയിൽ കവിഞ്ഞ് ഇവർക്ക് എന്ത് വിലയാണുള്ളത്? അതുകൊണ്ട് എന്റെ പൊന്നുമോനൊരു കാര്യം ചെയ്യും, ആ റൊമാൻസിന്റെ ലൈനുണ്ടല്ലോ അതങ്ങ് വിട്ടേ. സാറ് കാണുന്ന പോലെ തന്നെ. എന്താ എന്താ പറഞ്ഞ? സാറ് പെണ്ണുങ്ങളെ കാണുന്നതുകൊണ്ട് ഞാനും കാണണമെന്ന് പറഞ്ഞാ എങ്ങനെ ശരിയാവുക? സാറിന് ഇഷ്ടമല്ലെങ്കിൽ ഞാൻ പോയിക്കോളാം. ജോലിയുടെ കാര്യത്തിൽ സാർ എന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കാം. പക്ഷേ ഗുഡ് ബൈ. നിന്റെ പ്രായത്തിൽ എനിക്ക് ഇത്രയും ചുണ എന്റെ ജോലിയിലായിരുന്നു, റൊമാൻസിലായിരുന്നില്ല. നീ എങ്ങും പോകണ്ട. എത്ര നാളായാലും ഇവിടെ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട്? ഇങ്ങനെ നെഗറ്റീവ് ഡെവലപ്പ് ചെയ്യാൻ എത്ര മിനിറ്റ് എടുത്തു? 4 മിനിറ്റ്. 4 മിനിറ്റോ? ഇത് ഓവർ ഡെവലപ്പ് ചെയ്ത് നാശമാക്കിയിരിക്കുകയാണ്. ഇയാള് പോയോ? പോയി സാർ. ഫെറോസൈനോട് അയക്കാൻ ഫോൺ ചെയ്തോ? ഇല്ല. പോയി ചെയ്യ. ശരി. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിങ്ങളെല്ലാരും നോക്കിയിരിക്കാൻ എനിക്ക് ആയെന്ന് വരില്ല. നിങ്ങൾക്ക് കുറച്ച് ചുമതലാബോധം വേണം. എന്നെ പറഞ്ഞ ചീത്തയാക്കരുത്. പോ.